നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസങ്ങളിലൊന്നാണല്ലോ രാമായണം. അതിന്റെ അവസാന ഭാഗത്തേക്ക്, അതായത് കഥയുടെ പരിസമാപ്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവണനുമായുള്ള യുദ്ധം രാമൻ ജയിച്ചു. അതിനുശേഷം രാമനും സീതയ്ക്കും എന്താണ് സംഭവിച്ചത്? ആ വലിയ വിജയത്തിനു ശേഷം കഥ എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നത്? നമുക്ക് ഒരുമിച്ച് നോക്കാം. ഇപ്പൊ നമ്മൾ കേൾക്കുന്ന കഥകളിലൊക്കെ സാധാരണ എന്താ സംഭവിക്കാറ്? അങ്ങനെ അവർ സന്തോഷത്തോടെ ജീവിച്ചു എന്ന് പറഞ്ഞ് കഥ അങ്ങ് തീരും, അല്ലേ? പക്ഷെ ഇവിടെ ആ ചോദ്യത്തിനുള്ള ഉത്തരം അത്രയ്ക്ക് ലളിതമല്ല. യുദ്ധത്തിലെ വിജയം എന്നു പറയുന്നത് സത്യത്തിലെ ഒരു പുതിയ പ്രതിസന്ധിയുടെ തുടക്കം കൂടിയായിരുന്നു. അപ്പോൾ നമുക്ക് കഥയുടെ ആദ്യ ഭാഗത്തേക്ക് കടക്കാം. രാവണനെതിരെ രാമൻ നേടിയ ആ ഉജ്ജ്വല വിജയം എങ്ങനെയാണ് ഒരു പുതിയ പ്രതിസന്ധിക്ക് തുടക്കമിട്ടതെന്ന് നമുക്ക് നോക്കാം. അതികഠിനമായ യുദ്ധം. അതിനൊടുവിൽ രാമൻ രാവണനെ വധിച്ചു വിജയിച്ചു. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ സീതയെ അദ്ദേഹം മോചിപ്പിച്ചു. കഥ ശുഭമായി അവസാനിച്ചുവെന്ന് എല്ലാവരും കരുതിയ ഒരു നിമിഷം. എന്നാൽ രാമന്റെ പ്രതികരണം നമ്മളെ ഞെട്ടിക്കുന്നതായിരുന്നു. സീതയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ ലജ്ജ തോന്നിയെന്നാണ് ഗ്രന്ഥത്തിൽ പറയുന്നത്. കാരണം മറ്റൊരാളുടെ വീട്ടിൽ മാസങ്ങളോളം കഴിയേണ്ടി വന്ന സീതയെ ഒരു രാജാവെന്ന നിലയിൽ പ്രജകളുടെ മുന്നിൽ വെച്ച് എങ്ങനെ സ്വീകരിക്കും എന്നതായിരുന്നു അദ്ദേഹത്തെ അലട്ടിയ ഏറ്റവും വലിയ പ്രശ്നം. സീതയുടെ അഗ്നിപരീക്ഷയുടെ ആ രംഗം ശരിക്കും വളരെ നാടകീയമാണ്. അതെങ്ങനെ 4 ഘട്ടങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് രാമൻ സീതയോട് വളരെ കഠിനമായ വാക്കുകൾ പറയുന്നു. അത് കേട്ട് സഹിക്കാൻ കഴിയാതെ സീത സ്വയം അഗ്നിയിലേക്ക് നടന്നു കയറുന്നു. അപ്പോൾ സാക്ഷാൽ അഗ്നിദേവൻ തന്നെ പ്രത്യക്ഷപ്പെട്ട് സീതയുടെ പരിശുദ്ധിക്ക് ലോകത്തിനു മുന്നിൽ സാക്ഷ്യം പറയുന്നു. ഇതോടെ രാമൻ അതീവ സന്തുഷ്ടനാവുകയും ദേവന്മാർ അദ്ദേഹത്തെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. ശരി, ഇനി നമുക്ക് കഥയുടെ രണ്ടാം ഭാഗത്തേക്ക് കടക്കാം. ഇത് രാമന്റെ തിരിച്ച് അയോധ്യയിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ്. ഒരു ഉത്തരവാദിത്തമുള്ള നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ആ യാത്രയിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും. അഗ്നിപരീക്ഷയ്ക്ക് ശേഷം രാമന്റെ മാനസികാവസ്ഥയിൽ വന്ന മാറ്റം വളരെ വലുതാണ്. സീതയുടെ പരിശുദ്ധി തെളിഞ്ഞതോടെ അദ്ദേഹത്തിന്റെ ദുഃഖവും ഭാരവുമെല്ലാം മാറി. അദ്ദേഹം അതീവ സന്തുഷ്ടനായി. തന്റെ ലക്ഷ്യം പൂർണ്ണമായും നിറവേറ്റി എന്നൊരു സംതൃപ്തി അദ്ദേഹത്തിനുണ്ടായി. അയോധ്യയിലേക്കുള്ള യാത്ര വെറുമൊരു മടക്കയാത്രയായിരുന്നില്ല. അത് രാമന്റെ ധർമ്മം എത്രത്തോളം വലുതാണെന്ന് തെളിയിക്കുന്ന ഒന്നായിരുന്നു. നോക്കൂ, ആദ്യം വിഭീഷണനെ ലങ്കയിലെ രാജാവാക്കുന്നു. പിന്നെ യുദ്ധത്തിൽ മരിച്ച എല്ലാ വാനരന്മാരെയും തിരികെ ജീവിപ്പിക്കുന്നു. ഭരദ്വാജ മഹർഷിക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്നു. അതിനുശേഷമാണ് അദ്ദേഹം തന്റെ സഹോദരന്മാരെ കാണാൻ നന്ദിഗ്രാമത്തിലേക്കെത്തുന്നത്. ഓരോ പ്രവൃത്തിയും ഒരു മാതൃകാ രാജാവിൻ്റേതാണ്. ഇതായിരുന്നു ആ നിമിഷം. നന്ദിഗ്രാമത്തിൽ വെച്ച് വനവാസത്തിന്റെ അടയാളമായിരുന്ന ജട അഴിച്ചുമാറ്റി രാമൻ വീണ്ടും രാജാവായി. 14 വർഷം നീണ്ട കാത്തിരിപ്പിന് അതോടെ അവസാനമായി. ഒരു പുതിയ യുഗത്തിനവിടെ തുടക്കമായി. അങ്ങനെ നമ്മൾ രാമരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രാമന്റെ ഭരണകാലത്ത് നിലനിന്നിരുന്ന ആ ഐശ്വര്യപൂർണമായ സമൂഹത്തിലേക്ക്. രാമരാജ്യം എന്നറിയപ്പെടുന്ന ആ സുവർണ കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. രാമരാജ്യം എന്നു പറഞ്ഞാൽ എല്ലായിടത്തും സമാധാനവും സമൃദ്ധിയുമായിരുന്നു. ജനങ്ങളെല്ലാം സന്തോഷത്തിലും നീതിയിലുമായിരുന്നു ജീവിച്ചത്. ഒന്നിനുമൊരു കുറവുമില്ലായിരുന്നു. ലോകത്തിലെ ആദ്യത്തെയും ഏറ്റവും ധാർമ്മികവുമായ കാലഘട്ടമെന്ന് കരുതപ്പെടുന്ന കൃതയുഗത്തിനു തുല്യമായ ഒരു കാലം. രാമരാജ്യത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു എന്നതിനേക്കാൾ എന്തെല്ലാം ഇല്ലായിരുന്നു എന്ന് കേൾക്കുന്നതാണ് കൂടുതൽ അതിശയം. ക്ഷാമം, രോഗം, പ്രകൃതി ദുരന്തങ്ങൾ, മോഷണം, ഇതിനെക്കുറിച്ചുള്ളൊരു പേടിയും ആർക്കും ഉണ്ടായിരുന്നില്ല. അകാല മരണങ്ങൾ കുറവായിരുന്നു. അതുകൊണ്ടുതന്നെ വിധവകളോ മക്കളുടെ മരണം കാണേണ്ടിവരുന്ന അച്ഛന്മാരോ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് സമാധാനപൂർണമായ ഒരു കാലം. അപ്പോൾ ഇങ്ങനെയൊരു സുവർണ കാലഘട്ടം എങ്ങനെയാണ് രാമൻ സാധ്യമാക്കിയത്? തന്റെ രാജ്യത്തിന്റെ സ്ഥിരതയും ഭാവിയും ഉറപ്പാക്കാൻ അദ്ദേഹം എന്തെല്ലാം നടപടികളാണെടുത്തത്? അതാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കുന്നത്. രാമന്റെ ഭരണവിജയത്തിന് പിന്നിലെ പ്രധാന കാര്യങ്ങൾ നമുക്കിവിടെ കാണാം. യാഗങ്ങൾ നടത്തി ദേവന്മാരെ തൃപ്തിപ്പെടുത്തി. അതുവഴി രാജ്യത്തിന് സമ്പത്തും ഐശ്വര്യവും ഉറപ്പാക്കി. പുതിയ രാജവംശങ്ങൾക്ക് അടിത്തറയിട്ടു. സമൂഹത്തിലെ ഓരോ വിഭാഗത്തിനും അവരവരുടെ ജോലികളും ചുമതലകളും നൽകി ഒരു ചിട്ടയായ സാമൂഹിക ക്രമമുണ്ടാക്കി. വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടെയുള്ള ഭരണമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. 11,000 വർഷം. അതെ, കേട്ടത് ശരിയാണ്. അത്രയും നീണ്ടകാലം രാമൻ രാജ്യം ഭരിച്ചു എന്നാണ് പറയുന്നത്. ആ സുവർണ കാലഘട്ടത്തിന്റെ സ്ഥിരതയും മഹത്വവുമാണ് ഈ ഒരു സംഖ്യ നമ്മളോട് പറയുന്നത്. ഇനി നമുക്ക് കഥയുടെ ഉള്ളടക്കത്തിൽ നിന്ന് കുറച്ചൊന്നു മാറി ഈ ഗ്രന്ഥം അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സ്വയം എന്തു പറയുന്നു എന്ന് നോക്കാം. എന്തിനാണ് ഈ കഥ ഇന്നും കാലങ്ങളെ അതിജീവിച്ചു നിലനിൽക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപക്ഷേ ഇതിലുണ്ടാവാം. രാമായണത്തെക്കുറിച്ച് ആ ഗ്രന്ഥം തന്നെ നൽകുന്ന ഒരു നിർവചനമുണ്ട്. ഇത് വെറുമൊരു കഥയല്ല, മറിച്ച് വിശുദ്ധമാണ്, പാപങ്ങളെ ഇല്ലാതാക്കുന്നതാണ്, വേദങ്ങൾക്ക് തുല്യമായ പവിത്രതയുള്ള ഒന്നാണ് എന്നാണ് പറയുന്നത്.
ഈ ഗ്രന്ഥം വായിക്കുന്നവർക്കോ കേൾക്കുന്നവർക്കോ ഒരുപാട് നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പാപങ്ങളിൽ നിന്ന് മോചനം, ദീർഘായുസ്, മരണശേഷം സ്വർഗ്ഗത്തിൽ സ്ഥാനം, അങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തെയും അതിനപ്പുറവും സ്വാധീനിക്കാൻ കഴിവുള്ള ഒന്നായിട്ടാണ് രാമായണത്തെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ വിശദീകരണത്തിന്റെ അവസാനത്തിലെത്തിയിരിക്കുകയാണ്. രാമായണം പോലുള്ള കഥകൾക്ക് കാലങ്ങളെ അതിജീവിച്ച് നിലനിൽക്കാൻ കഴിയുന്നതിന്റെ കാരണം എന്തായിരിക്കും? നല്ല രീതിയിൽ പറയുന്നൊരു കഥയ്ക്ക് ഒരു സമൂഹത്തെ എത്രത്തോളം സ്വാധീനിക്കാൻ കഴിയും? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?